ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരു 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തി എന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ്. അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ താരം, അടുത്ത സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ രേണു സുധി ബിഗ് ബോസിലേക്ക് പോയിട്ടുണ്ട്. ഓഗസ്റ്റ് 3 മുതലാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 24/7 ജിയോ ഹോട്ട്സ്റ്റാറിലാണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 24/7 ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇപ്പോൾ രേണു സുധിയുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ രേണു സുധിയെ കുറിച്ചിട്ടും ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് രേണു സുധിയുടെ യഥാർത്ഥ സ്വഭാവം, അതായത് എന്ത് തന്നെയാലും നമുക്ക് ഒരു ഷോയിൽ നമുക്ക് എപ്പോഴും ഒരേ സ്വഭാവം പിടിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ റിയൽ ക്യാരക്ടർ എന്തായാലും അതിൻ്റെ അകത്ത് പുറത്ത് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഓഗസ്റ്റ് 3 മുതൽ നമുക്ക് രേണു സുധിയെ 24/7 ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ രേണു ബിഗ് ബോസിൻ്റെ അകത്ത് കയറുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ പുറത്താകാനും ചാൻസ് ഉണ്ട്. കാരണം രേണുവിൻ്റെ ഫ്രണ്ട് അത്രയ്ക്ക് നല്ലൊരു 8ൻ്റെ പണിയാണ് രേണുവിന് കൊടുത്തിട്ടുള്ളത്. രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസിൽ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു എല്ലാവരുടെയും വോട്ട് ചെയ്യണമെന്ന് PR വർക്കായിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. സജന എന്ന മറ്റാണ് അവരുടെ പേര്. അവർ രേണുവിനെ എല്ലാവരും വോട്ട് ചെയ്യണം, എൻ്റെ കൂട്ടുകാരി ബിഗ് ബോസിൽ പോയിരിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരി അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത്രയും വലിയ ധീരയായ വനിതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു. ഒരിക്കലും ബിഗ് ബോസ് റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവരിപ്പോൾ ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. കാരണം ബിഗ് ബോസിലെ ഷോ ഇതുവരെയും ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആരൊക്കെ ഉണ്ടെന്ന് കൺഫേം ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ബിഗ് ബോസിൽ പോകുന്ന പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. മിക്കവാറും രേണുവിനെ പുറത്താക്കാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ രേണുവിന് നല്ല വഴക്ക് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. കാരണം ഒരിക്കലും ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസിൽ ആരൊക്കെ പോകുന്നുണ്ട്, എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നുകൊണ്ട് അവരുടെ റൂൾസിലുള്ളതാണ്. ആ റൂൾസാണ് ഇപ്പോൾ രേണു സുധി ലംഘിച്ചിരിക്കുന്നത്. രേണു സുധി മീൻസ് രേണു സുധി പറയാതെ രേണു സുധിയുടെ ഫ്രണ്ട് അറിയില്ലല്ലോ. ആ ഫ്രണ്ട് പക്ഷേങ്കിൽ ആ പോസ്റ്റ് മുക്കിയിട്ട് പോടിയിട്ടുണ്ട്. എത്ര മുക്കിയിട്ടായാലും കാര്യമില്ല. ആ പോസ്റ്റ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലും കിട്ടിക്കഴിഞ്ഞു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇനി എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ആ പോസ്റ്റ് അത് നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്: അങ്ങനെ വിവാദങ്ങൾക്കൊടുവിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ബിഗ് ബോസിലേക്ക്. രേണുവിനെ ഇഷ്ടമുള്ളവരും സപ്പോർട്ട് ചെയ്യുന്നവരും ലൈക്കും കമൻറ്റും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തുള്ള ഈ ലോകത്തു എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ്. ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല സ്ത്രീ, അത് രേണു സുധിയാണ്. മനസ്സിൻ്റെ നിയന്ത്രണം കൈവിടാതെ പറയാതെ മുന്നോട്ട് പോകുന്ന നല്ല നിലാരംഭയായ സ്ത്രീ കൂടിയാണ് രേണു. ഉള്ളിലുള്ള വിഷമം ആരെയും അറിയിക്കാതെ ജീവിതം മുന്നോട്ട്. ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിലേക്ക് പോയിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം. വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം. നെഗറ്റീവ് കമൻറ്റ് ആയി ആരും വരണ്ട. ഓക്കെ. മിക്കവാറും നെഗറ്റീവ് കമൻ്റായിട്ട് ആരും വരാൻ ചാൻസ് ഇല്ല. അവിടെ നിന്ന് മിക്കവാറും പുറത്താക്കാനും അല്ലെങ്കിൽ നല്ല വഴക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം അവിടെ പ്രധാന റൂൾസാണ്. ബിഗ് ബോസിൽ എത്തുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസിൽ പോകുന്ന കാര്യം ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. കാരണം രേണുവിനോട് തന്നെ പല പ്രാവശ്യം ചോദിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേണുവിൻ്റെ മുഖത്ത് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും രേണുവിനെ വിളിച്ചിട്ടുണ്ടെന്ന്. പിന്നെ രേണു മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ച ഒരു വീഡിയോ ഇപ്പോൾ രേണുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് രേണു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രേണു ആയിരിക്കില്ലല്ലോ കൈകാര്യം ചെയ്യുക, ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ രേണു അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്, എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് രേണു അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നമുക്ക് ആദ്യം രേണുവിൻ്റെ ആ വീഡിയോ ആദ്യം നമുക്കൊന്ന് കണ്ടു. കൊല്ലത്തെ വീട്ടിലെ ആൾക്കാർ സപ്പോർട്ടാണ് ചോദിച്ചത്. നമ്മൾ ഒരാൾ അയ്യോ അയാൾ നല്ല ആളാണ്, അയാൾ വന്ന് തിരക്കുകയും ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാർ അറിയാതെ പറഞ്ഞു പോകും ഇന്ന പോലെ കേസ് നടക്കുന്ന കേസിൽ ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു. ഏതാ ഈ ബ്ലോഗർമാർ അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയോ ഇതെന്ത് പറ്റി, വീടിന് എന്ത് പറ്റി, ഇതെന്താ. പക്ഷേ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു. വീട്ടിൽ വന്നിരുന്നേണ്ട നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം, നിങ്ങൾ ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് അത് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് കാരണം ഒരു 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചുവിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചുവിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ടു. ഞാൻ കാര്യം ചോദിച്ചു, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്. ഞാൻ എങ്ങനെയാണ് കയറി പോയത്? സൂചിയുടെ വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേരം സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. നല്ല വിഷമമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം, നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിന്റെ പേര് മാത്രം ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ. കാരണം എല്ലായിടത്തു നിന്നും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ. ഹലോ, നമസ്കാരം.
രേണുവിൻ്റെ ഈ വീഡിയോ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് പറയുകയില്ല. കാരണം രേണു ഇപ്പോൾ ചെന്നൈയിലെത്തി എന്നൊക്കെ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയതും റിഹേഴ്സലാണെന്നൊക്കെ പല ആൾക്കാരും വീഡിയോസും കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വിവരം കിട്ടിയ കൺഫേം ആയ സ്ഥലത്ത് തന്നെയാണ് വിവരം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടിടുന്നുണ്ട്. പിന്നെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ളത് കൊണ്ട് രേണു ഉണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ രേണു ഈ വീഡിയോ ചെയ്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് പറയേയില്ല. രേണു മുന്നേ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകും, അതായത് ഒരു മാപ്പ് അപേക്ഷിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാകത്ത് രേണു എടുത്തു പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇനി ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും ഞാനായിട്ട് നിൽക്കുന്നൊക്കെ. ഇതൊക്കെ ബിഗ് ബോസിൽ പറയുന്നതാണ്. ബിഗ് ബോസിൽ അധികം ആളും സെൽഫ് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ് ഞാനായിട്ട് നിൽക്കും, ഫേക്ക് അല്ല എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ അവിടുന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഫേക്കും കാര്യങ്ങളൊക്കെ കളിക്കും. പക്ഷേ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കുറച്ചും കൂടി സ്ട്രോങ് ആണെന്നാണ് കേൾക്കുന്നത്. പ്രമോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എടുത്ത് കളയും, വാഴകളൊക്കെ എടുത്ത് കളയും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലത്തെ കളിയാണ് അവിടെ കളിക്കുന്നുണ്ടെങ്കിൽ പൊതുവേ രേണുവിന് വോട്ടോ കാര്യങ്ങളോ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ വാഴക്കളി പോലെയാണ് കളിച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് പുറത്തിടുന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നന്നായിട്ട് കളിച്ചാൽ നല്ല പോസിറ്റീവൊക്കെ ആയിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും. ബിഗ് ബോസിലേക്ക് പോയിരിക്കുകയാണ്. ബിഗ് ബോസിൽ നമുക്ക് രേണു സുധിയുടെ പെർഫോമൻസ് 24/7 ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓഗസ്റ്റ് 3 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം രേണുവിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഡാൻസും കാര്യങ്ങളും ഇൻട്രോ ഷൂട്ട് അതൊക്കെ കഴിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും അവർ ഇന്നായിരിക്കും അവിടേക്ക് കയറുക. നമുക്ക് കാണാൻ പറ്റുന്നത് നാളെ മുതലായിരിക്കും. നാളെയാണല്ലോ അതിൻ്റെ ലോഞ്ച്. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. രേണു സുധിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ള കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. രേണു ഇവിടെയുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടെങ്കിലും ബിഗ് ബോസിൽ നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ രേണുവിന് എന്ത് തന്നെയാലും വോട്ടും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം നമ്മുടെ ഇവിടെയുള്ള പെർഫോമൻസ് വെച്ചിട്ട് ആരും ബിഗ് ബോസിൽ നിന്ന് ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. ബിഗ് ബോസിലെ പെർഫോമൻസ് എങ്ങനെയിരിക്കും അതാണ് എല്ലാവരും ജഡ്ജ് ചെയ്യുക. അവിടെ രേണു നന്നായി കളിച്ചു കഴിഞ്ഞാൽ രേണുവിന് എന്ത് തന്നെയാലും വോട്ടും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അല്ല ഇവിടെയുള്ള പോലെയുള്ള കളി മാറ്റി മാറ്റി പറയൽ ഫേക്ക് പോലെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ രേണു എത്രയും പെട്ടെന്ന് തന്നെ ഔട്ടാവുന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ കളിച്ച് വിജയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ 7 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പെർഫോമൻസിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. രേണു സുധിയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് താരം. അതുകൊണ്ടാണ് രേണു സുധിയുടെ പേരെടുത്ത് പറഞ്ഞത്. അതിൽ ചെയ്യുന്ന ആരായാലും നല്ല ഗെയിം കളിക്കുന്നവരെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ രേണു സുധി നല്ല ഗെയിം കളിച്ചാൽ രേണു സുധിക്ക് തന്നെയായിരിക്കും സപ്പോർട്ട്. അതിൽ യാതൊരുവിധ മാറ്റവും വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബിഗ് ബോസ് 7 വിന്നർ ആരാണെന്ന് നമുക്ക് കണ്ടറിയാം. നമുക്കപ്പോൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം.